കെ ശശിക്കെതിരായ മണ്ണാർക്കാട് CPIM പ്രകടനത്തെ എതിർത്ത് NN കൃഷ്ണദാസ്. തെരുവിൽ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ബൂർഷ്വാ രീതി എന്ന് NN കൃഷ്ണദാസ് പറഞ്ഞു. പാർട്ടിക്കകത്താണ് പ്രശ്നം പരിഹരിക്കേണ്ടത്. വിവാദം ബ്രാഞ്ച് പരിശോധിക്കട്ടെ എന്ന ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ പരാമർശം NN കൃഷ്ണദാസ് തള്ളി. നേതാക്കൾ ഉപേക്ഷിച്ചു പോയ കതർ കുപ്പായം DCC ഓഫീസിൽ കിടപ്പുണ്ട്. അത് ഞങ്ങളുടെ കൂടെ ആർക്കും ചേരില്ലെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. അകത്തുണ്ടാവുന്ന ഒരു പ്രശ്നവും തെരുവിലല്ല ഞങ്ങൾ പരിഹരിക്കാറ്. ഞങ്ങൾക്ക് അതിന് രീതിയുണ്ട്. പാർട്ടിയിലെല്ലാ പ്രശ്നവും പാർട്ടിയുടെ അകത്ത് പരിഹരിക്കുന്നതിന് ഞങ്ങൾക്ക് പാർട്ടിയിൽ സംവിധാനങ്ങളുണ്ട്. വലിയ പ്രശ്നങ്ങളാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ഞങ്ങളത് പാർട്ടിയുടെ അകത്താണ് പരിഹരിക്കുന്നത്. അതിന് പാർട്ടിക്ക് രീതികളുണ്ട്. ആ പാർട്ടി രീതിയിലാണ് ഞങ്ങളത് പരിഹരിക്കുക. തെരുവിൽ വെച്ച് ഞങ്ങൾ ഒരു പാർട്ടി പ്രശ്നം പരിഹരിക്കുക. അതൊരു ബൂർഷ്വാ രീതിയാണ്. അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലത്തെ പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയിൽ പാർട്ടിയുടെ അകത്താണ് ഞങ്ങൾ പരിഹരിക്കാറുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വലതുപക്ഷം ആവാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും കോൺഗ്രസ്സിലേക്ക് പോവില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കും വലതുപക്ഷമാവാൻ പറ്റില്ല. കാരണം ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് ഒരു ദിവസം കൊണ്ട് എന്നാൽ ഞാൻ കമ്മ്യൂണിസ്റ്റായി കളയാം എന്ന് വിചാരിച്ചാവുന്നതല്ല. അതിന് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എക്സർസൈസ് ഉണ്ട്. പാർട്ടിയുടെ സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള നിരവധി ഘടകങ്ങളുടെ സ്വാധീനങ്ങളുണ്ട്. അതൊന്നും ഒരു ദിവസം കൊണ്ട് ഇല്ലാതാവുന്നതല്ല. അജിത് ബാബു ചേരുന്ന വിവരങ്ങളുമായി. അജിത്ത്, കൃഷ്ണദാസിന്റെ സുരേഷ് ബാബുവിന്റെ നിലപാടല്ല കൃഷ്ണദാസിന്റേത്. PK ശശി വിഷയം അത് CPM രണ്ടു തട്ടിലാക്കുന്നതാണോ? എങ്ങനെയാണ് വിവാദത്തിന്റെ പോക്ക്? സേതുലക്ഷ്മി, ഇന്നലെ തന്നെ CPM-ന്റെ ഒരു പൊതുവായ നിലപാട് ഇത്തരത്തിൽ പ്രാദേശികമായ നേതൃത്വവും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വവും ഒക്കെ ഇന്നലെ പ്രതികരിച്ചത് PK ശശിയെ പൂർണ്ണമായും തഴയുന്ന രീതിയിലായിരുന്നു. കാരണം കാര്യമായ രീതിയിൽ ജില്ലാ സെക്രട്ടറിയോട് ഉൾപ്പെടെ ചോദിക്കുമ്പോൾ 42,222 പാർട്ടി അംഗങ്ങളുണ്ടെന്നും അതത് ഘടകം പരിശോധിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് PK ശശിയെക്കുറിച്ച് പറഞ്ഞത്. അതായത് കാര്യമായി പരിഗണന നൽകേണ്ടതില്ലാത്തൊരു സമീപനമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടായത്. പിന്നീട് വൈകിട്ട് മണ്ണാർക്കാട് പ്രകടനം നടത്തുകയും അതോടൊപ്പം തന്നെ CPM വലിയ എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യം വിളിക്കുകയും അതോടൊപ്പം തന്നെ ആർഷോ ഉൾപ്പെടെ PK ശശിക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സിനിമാ സ്റ്റൈൽ പ്രസംഗം ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് ഈ കാര്യത്തിൽ NN കൃഷ്ണദാസ് തന്നെ, ജില്ലയിലെ മുതിർന്ന നേതാവ് തന്നെ ഈ കാര്യത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് തെരുവിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അതൊരു ബൂർഷ്വാ രീതിയാണ്. പാർട്ടിക്കുള്ളിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടതെന്ന് പറയുന്നതിലൂടെ ഇന്നലെ നടന്ന പ്രകടനത്തെ തള്ളിക്കളയുകയാണ്. ആ പ്രകടനം ശരിയല്ലെന്ന് പറയുകയാണ് NN കൃഷ്ണദാസ്. അതോടൊപ്പം തന്നെ PK ശശിയെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ തള്ളാതെ കൂടി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ കമ്മിറ്റി ഈ കാര്യം പരിശോധിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് EN സുരേഷ് ബാബു ഇന്നലെ പറഞ്ഞത്. പക്ഷേ എന്നാൽ PK ശശി നിലവിൽ KTDC ചെയർമാനാണ്, CITUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, മാത്രമല്ല ജില്ലാ സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളൊന്നും ബ്രാഞ്ചിന് മാത്രമായി പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളതെന്ന് കൂടി NN കൃഷ്ണദാസ് പറയുന്നു. അതായത് ജില്ലാ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് കൂടി പറയുമ്പോൾ ഇന്നലെ EN സുരേഷ് ബാബു പറഞ്ഞതിനെ തള്ളുകയാണ് EN കൃഷ്ണദാസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രകടനവുമായി ബന്ധപ്പെട്ടും സംഘടനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അതായത് കോൺഗ്രസുമായി ഇത്തരത്തിൽ PK ശശിയുമായി ബന്ധപ്പെട്ട് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. ആ ഘട്ടത്തിലാണ് പറയുന്നത് ഒരാളെയും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകുകയില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയും മറ്റു ഘടകങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതങ്ങനെ പരാമർശങ്ങളൊക്കെ നേതാക്കളുടെ പരാമർശങ്ങൾ PK ശശി വിഷയത്തിൽ നേതാക്കളുടെ പരാമർശങ്ങൾ ഈ തരത്തിലാണെങ്കിൽ ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിലും കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ തന്നെ വരുമായിരിക്കും. കാരണം രണ്ട് നേതാക്കൾ രണ്ട് രീതിയിലാണ് ഈ ഒരു വിഷയത്തെ എടുത്തിരിക്കുന്നത്. അതും ജില്ലയുടെ ചുമതലക്കാരായ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ. അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.